ജീവിതം വഴിമുട്ടുന്നു, നിസ്സംഗരായി സർക്കാർ. കേരളീയ ജീവിതം മറ്റെങ്ങും ഇല്ലാത്ത തരത്തിൽ വൻതോതിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. എല്ലാ സാധനങ്ങൾക്കും വില കുതിച്ചുയരുന്നു. ഇന്ന് മിൽമ പാലിന് മാത്രം കൂടിയത് 4 രൂപയാണ്. മിൽമയുടെ 1/2 ലിറ്റർ പാല് വേണമെങ്കിൽ 27 രൂപ, ടോണ്ട് മിൽക്കിന് 28 രൂപ, മിൽമ പ്രൈഡിന് 30 രൂപ, സ്റ്റാൻഡേർഡ് പാലിന് 32 രൂപ. ഇത്തരത്തിലാണ് മിൽമ വില കൂട്ടിയത്. ഇവിടെ വില കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, മലയാളികൾ ദിവസവും മിനിമം ഒരു 2 ചായ കുടിക്കുന്നവരാണ്. രാവിലത്തെ ഒരു ചായ കുടിക്കും, ഉച്ചയ്ക്ക് ശേഷം ഒരു ചായ കുടിക്കും. പലരും പുറത്തു നിന്നാണ് ചായ കുടിക്കുന്നത്. വീട്ടിൽ നിന്ന് ആണെങ്കിൽ പോലും വലിയ തോതിൽ കുടുംബ ബജറ്റ് താളം തെറ്റുന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ 15 ദിവസത്തിനകം പെട്രോൾ വിലയ്ക്ക് 8 രൂപയാണ് കൂടിയിരിക്കുന്നത്. പെട്രോൾ വില വർധനവ് വലിയ തോതിൽ സാധാരണക്കാരൻ്റെ ജീവിതം പ്രതിസന്ധിയിലായിരിക്കുന്നു. പെട്രോൾ ഡീസൽ വില വർധനവ് നമ്മുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നതിനപ്പുറം പരോക്ഷമായും ബാധിക്കുന്നുണ്ട്. കാരണം കേരളം എന്ന് പറയുന്നത് ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. പച്ചക്കറി അടക്കം എല്ലാം തന്നെ തമിഴ്നാടടക്കമുള്ള മറ്റ് അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. അതുകൊണ്ട് തന്നെ ഡീസൽ പെട്രോൾ വിലയിൽ വന്നിരിക്കുന്ന വർധനവ് പച്ചക്കറിയിലും അതേപോലെ തന്നെ പലചരക്ക് സാധനങ്ങൾക്കും വില ഉയർന്നിരിക്കുകയാണ്. ഇപ്പോൾ 10 മുതൽ 12 രൂപ വരെയാണ് ഒരു ചായക്ക് ഈടാക്കുന്നതെങ്കിൽ പാൽ വില കൂടിയതോടുകൂടി വില വർധനയ്ക്ക് കടക്കാർ തീർച്ചയായും നിർബന്ധിതരാകും. അങ്ങനെ ഒരു ചായക്ക് 12 രൂപയിൽ നിന്ന് എത്ര കൂട്ടിയാലും മതിയാവാത്ത നിലയിലാണ് കച്ചവടക്കാരും. കാരണം അവരെ സംബന്ധിച്ച് വാണിജ്യ സിലിണ്ടർ കിട്ടാനില്ല. ഒരു വാണിജ്യ സിലിണ്ടറിന് വൻതോതിലുള്ള വിലക്കയറ്റമാണ്. ഓരോ ദിവസം കഴിയുന്തോറും 5-6 രൂപ കൂടുന്ന നിലയിലേക്ക് അങ്ങനെ ഹോട്ടലുകാരുടെയും ജീവിതം വഴിമുട്ടിയിരിക്കുന്നു. പല ഹോട്ടലുകളും അടച്ചിട്ടിരിക്കുകയാണ്. തുറന്നവയാവട്ടെ കൃത്യമായ ഒരു മെനുവിൽ ഒതുക്കിയിരിക്കുകയാണ്. പല മെനു ഉണ്ടായിരുന്ന ഹോട്ടലുകാർ ഇപ്പോൾ ഏതെങ്കിലും ഫിക്സഡ് ആയിട്ടുള്ള ഒരു മെനുവിലേക്ക് മാത്രം ചുരുങ്ങിയിരിക്കുന്നു. ചിലരാകട്ടെ ഉച്ചയ്ക്ക് മാത്രം തുറക്കുന്ന ഒരു രീതി, അതായത് ഉച്ചഭക്ഷണം മാത്രം എന്ന നിലയിലേക്ക് ഒരു നേരത്തെ ഭക്ഷണം മാത്രം എന്ന നിലയിലേക്ക് ഹോട്ടലിന്റെ പ്രവർത്തനം ചുരുക്കിയിരിക്കുന്നു. ഇങ്ങനെ ജനജീവിതം ആകെ ദുസ്സഹമായിരിക്കുന്നു. പെട്രോൾ എത്ര അടിച്ചാലും മതിയാവാത്ത വിധത്തിലായിരിക്കുന്നു. കാരണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നമ്മുടെ ദേശീയപാത പലയിടത്തും പണി പൂർത്തിയായിട്ടില്ല. മഴക്കാലമാണ്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾ നീളുന്ന ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നു. ആ ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് അനിയന്ത്രിതമായി നമ്മുടെ പെട്രോൾ ഇല്ലാതാകുന്നു, ഡീസൽ തീർന്നു പോകുന്നു. അങ്ങനെ കൂടുതൽ പെട്രോൾ അടിക്കേണ്ടി വരുന്നു. ഈ മഴക്കാലമായതോടുകൂടി ആകെ വലഞ്ഞിരിക്കുകയാണ് ജനങ്ങൾ. വാഹനക്കുരുക്ക്, ഗതാഗതക്കുരുക്ക്, ഹൈവേ അടക്കമുള്ള നമ്മുടെ എല്ലാ മേഖലകളിലും വാഹനക്കുരുക്ക് ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പാഴ്ചെലവ്, ഇന്ധനത്തിൻ്റെ പാഴ്ചെലവ്, ചുരുക്കത്തിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് 3000 രൂപ മുതൽ 4000 രൂപ വരെ ഇപ്പോൾ അഡീഷണൽ ഇൻകം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ സാധാരണക്കാരൻ്റെ ജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുമ്പോൾ വില പിടിച്ചു നിർത്താനാവാതെ നിസ്സംഗരായി നിൽക്കുകയാണ് നമ്മുടെ UDF മന്ത്രിമാർ എന്ന് പറയേണ്ടി വരും. കാരണം എക്സൈസ് തീരുവ അടക്കം കുറച്ച് വില കുറയ്ക്കുമെന്നൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും സജീവമായ ഒരു ഇടപെടൽ ഒരു മന്ത്രിമാരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ തന്നെ ധനകാര്യ വകുപ്പിനാണ് ഇവിടെ ഏറ്റവും നിർണായകമായിട്ടുള്ള റോൾ. മുഖ്യമന്ത്രി VD സതീശനാണ് ധനകാര്യ വകുപ്പിന്റെ ചുമതല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ക്രിയാത്മകമായി ഇടപെടൽ നടത്തേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മാത്രം ചുമതല എന്ന നിലയിലേക്ക് ഈ ഒരു വിലക്കയറ്റം വലിയ തോതിൽ അദ്ദേഹത്തിന്റെ മാത്രം ചുമതല എന്ന നിലയിലേക്ക് നമുക്ക് നോക്കിക്കാണേണ്ടി വരുന്നു. പക്ഷേ അവിടെ അദ്ദേഹം നിസ്സംഗനായി നിൽക്കുകയാണ്. ബഡ്ജറ്റ് അവതരിപ്പിക്കട്ടെ, അതിനുശേഷം കാണാം. ക്രൂഡ് ഓയിൽ വില പഠിക്കാൻ വേണ്ടിയിട്ട് ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില അഴകുഴമ്പൻ മറുപടികൾ പറഞ്ഞ് ഒഴിയുന്നതിനപ്പുറത്തേക്ക് സാധാരണക്കാരൻ്റെ ജീവിതത്തെ വഴിമുട്ടിക്കുന്ന ഈ വിലക്കയറ്റത്തിന് അടിയന്തിരമായി തടയിടാൻ ഒരു തീരുമാനമെടുത്തുകൊണ്ട് കർശനമായി ആ തീരുമാനം നടപ്പിലാക്കാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ, ധനമന്ത്രി എന്ന നിലയിൽ സതീശൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. അത്തരത്തിലാണ് നമ്മുടെ ജീവിതം ദുസ്സഹമായിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ മറ്റെങ്ങും ഇല്ലാത്ത തരത്തിലാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ ഭാഗമായി ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി, ഇന്ധന വിലയിലുള്ള വർധന, പാൽ വിലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന വർധന, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു ശരാശരി കുടുംബത്തിന്റെ ബജറ്റ് മറ്റെങ്ങുമില്ലാത്ത നിലയിൽ, മറ്റൊരു കാലത്തും ഉണ്ടാകാത്ത നിലയിൽ ഇപ്പോൾ താളം തെറ്റിയിരിക്കുകയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ
ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.